ഞാൻ ഇന്ന് ഒരു പത്രം വായിച്ചപ്പം കണ്ട ആ ഒരു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസില് അപ്പൊ അതില് പ്രതിയായിട്ടുള്ള ആളുടെ പിതാവ്, അപ്പൊ ആ വീട്ടിലെ സകലരെയും ആ വ്യക്തി ചുറ്റികൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുക ചെയ്തത്. അപ്പം ഈ വ്യക്തിയെ കുറിച്ച് പറയുമ്പം അവന് ചോദിക്കുന്ന പൈസ എല്ലാം ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് കൊടുത്തിട്ടുണ്ട്, അവന് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാ പിതാവ് പറഞ്ഞ ഒരു വാചക വാർത്തയെ കണ്ടു. അതാണ് ഏറ്റവും വലിയ കുറവ്. കാരണം മക്കൾക്ക് കൊടുക്കേണ്ടത് നമ്മളിപ്പം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാകാം, അത്തരത്തിലുള്ള സൗകര്യങ്ങളാകാം. അപ്പൊ അത് കൊടുക്കുമ്പോഴത്തേന് അത് കിട്ടാതെ വരുമ്പോഴത്തേന് അവരില് റിയാക്ഷൻ ചിലപ്പോൾ നെഗറ്റീവ് ആകാം. അപ്പൊ അവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ഇന്ന് ലഹരി കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കേരളത്തിന് വെളിയിലെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുണ്ട്. അപ്പൊ അവിടെ ശരിയായ രീതിയിലുള്ള ഒരു മൂല്യബോധം, ശരിയായ രീതിയിലുള്ള അവർക്ക് എന്താണ് വേണ്ടത്, ഒരു എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു മനസ്സ്, സഹജീവികളോടുള്ള ഒരു കരുണ, മറ്റുള്ള വ്യക്തികളോടുള്ള ആ ഒരു സഹാനുഭൂതി, അതെല്ലാം ആവശ്യം. ഒപ്പം മാതാപിതാക്കളോ ഞങ്ങള് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവിപ്പിക്കാതെയാ അവരെ വളർത്തിയത് അല്ലെ വളർത്തുന്നത് എന്ന് പറയുന്നത് രണ്ടാമത്തെ തെറ്റാണ്. കാരണം മക്കള് വേദനകൾ അറിഞ്ഞു വളരണം, വീടിന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞു വളരണം. അപ്പൊ അവരതനുസരിച്ചായിരിക്കും അവരുടെ ആവശ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ പ്രവർത്തികളും വരുന്നത്. ഇപ്പൊ ഒന്നും അറിയാതെ വളരുമ്പോ അവര് നോക്കുമ്പോ പൈസ ATM പോയാൽ മതി കിട്ടും, ATM-ൽ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് തിരിച്ചറിയത്തില്ല. അപ്പൊ അതവര് അറിഞ്ഞു വളരണം.